യൂത്ത് കോൺഗ്രസ് പറയുന്ന അതേ നിലപാടാണ്. നിലപാട് കേരളത്തിലെ യുവജനങ്ങളെ വഞ്ചിക്കുന്ന നിലപാടാണ് ഇപ്പൊ സർക്കാർ സ്വീകരിക്കുന്നത്. ഇത് പുതിയ സർക്കാർ വന്നതേ ഉള്ളൂ. ഇന്ന് ധവളപത്രം പുറത്തിറക്കി. ധവളപത്രത്തിലുള്ള നിർദ്ദേശം എന്താണ്? കേരളത്തിലെ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കും. അത് മാത്രമല്ല, രണ്ടു കൂട്ടരെയും വഞ്ചിച്ചിരിക്കും. ഇവിടെ ഇരിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരെ വഞ്ചിച്ചു. അവരുടെ ശമ്പള പരിഷ്കരണം 10 വർഷം കഴിഞ്ഞ് 10 വർഷത്തിലേക്ക് നടപ്പിലാക്കാൻ പോകുന്നെന്ന് ഇന്ന് ധവളപത്രത്തിൽ നിർദ്ദേശമുണ്ട്. അതുപോലെ പെൻഷൻ പ്രായം 60 ആക്കാൻ പോകുന്നു. അങ്ങനെ കേരളത്തിലെ യുവജനങ്ങളോടുള്ള വഞ്ചനയാണ് ഇപ്പൊ ഒന്നാമത്തെ. അല്ലെ, വ്യക്തിപരമായിട്ട് പറഞ്ഞാലേ യഥാർത്ഥത്തിൽ ഇപ്പൊ ഈ ആളുകള് ഈ 56 വയസ്സെന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ചെറുപ്പമാ. ഞാനൊക്കെ ആണെങ്കിൽ സത്യം പറഞ്ഞ ഒരു കോളേജ് ജോലി ഉണ്ടായിരുന്നു എനിക്ക് പണ്ട്. ഞാനിപ്പോ റിട്ടയർ ചെയ്ത് വീട്ടിലിരിക്കേണ്ട സമയമാണ്. അപ്പോ അല്ല, അത് ആലോചിച്ച് നോക്കി. അത് പെൻഷൻ പ്രായം ഇവര് ഭംഗേന്ദ്രയാണ് പറയുന്ന പെൻഷൻ പ്രായ ഏകീകരണം എന്നൊക്കെയുള്ള വാക്ക് പറഞ്ഞാലും കേരളത്തിലെ യുവജനങ്ങളുടെ അവസരം കുറക്കാണ്. 5,60,60,000 പേരാണ് ഏകദേശം സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്നത്. അതിൽ ഒരു വർഷം വരുന്ന റിട്ടയർമെന്റ് എത്രയാ? ഇപ്പൊ ഈ മാസം മെയ് മാസം വന്ന് 12,360 എനിക്ക് തോന്നുന്നത്. 60,000 ഒരു വർഷം റിട്ടയർമെന്റ് ഉണ്ടാകുന്നത്. ഈ 60,000 പേര് പുതിയ ഉദ്യോഗാർത്ഥികൾ ഇതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. ഒരു കാര്യം, കേരളത്തിലെ ഏകദേശം 22.1% ചെറുപ്പക്കാരുടെ ജനസംഖ്യ. ആ ചെറുപ്പക്കാർ അഭ്യസ്ത വിദ്യരാണ്. ബഹുഭൂരിപക്ഷം വരെ ചെറുപ്പക്കാർ അഭ്യസ്ത വിദ്യരാണ്. കേരളത്തിലെ സാധാരണക്കാരെ ഇപ്പൊ മൈഗ്രേഷന്റെ കാര്യമൊക്കെ പറഞ്ഞ അല്ലെങ്കിൽ പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുന്നത് ഒരു മിഡിൽ ക്ലാസ്സോ അല്ലെങ്കിൽ അപ്പർ മിഡിൽ ക്ലാസ് ആളുകളാണ്. സാധാരണ ഒരു ലോവർ മിഡിൽ ക്ലാസ് സാധാരണ കുടുംബങ്ങളിൽ നിന്നുള്ള ചെറുപ്പക്കാര് അവർ ഏറ്റവും പ്രധാനമായി അവരുടെ ജീവിതത്തിൽ ഒരു ജീവിതാഭിലാഷാണ് സർക്കാർ ജോലി എന്ന് പറയുന്നത്. അല്ലേ രാഹുൽ, ഇപ്പൊ പഴയ പോലെ അദ്ദേഹം പറഞ്ഞ പോലെ ഈ സർക്കാർ ജോലി വലിയൊരു അട്രാക്ഷൻ ആണോ നിങ്ങളൊക്കെ ജീവിക്കുന്നത്? സാധാരണ കുടുംബങ്ങളിൽ ചെറുപ്പക്കാർക്ക് അവരുടെ ജീവിതം. ഞാൻ വരുന്ന ഒരു ഗ്രാമത്തിൽ നിന്നാണ്, ഒരു ഗ്രാമപ്രദേശം, മാരാരിക്കുളം എന്റെ ഒരു ഗ്രാമപ്രദേശമാണ്. എന്റെ വീടൊക്കെ നിൽക്കുന്ന പ്രദേശം. അതേപോലെ പുന്നപ്ര, ആലപ്പുഴ, ഈ പ്രദേശങ്ങളിലെല്ലാം ഒരുപാട് സ്ഥലങ്ങളിൽ PSC കോച്ചിങ് സെന്ററുകളും അതുപോലെ തന്നെ വായനശാലകളും ഗ്രന്ഥശാലകളും. അല്ല, എനിക്ക് പറയട്ടെ, പരീക്ഷ എഴുതുന്നവരുടെ എണ്ണം കുറഞ്ഞു. പറയട്ടെ. അപ്പൊ ഈ പ്രദേശങ്ങളിൽ നിന്നുള്ള ഒരുപാട് കുടുംബങ്ങൾ നല്ല ജീവിത നിലവാരം ഉയർന്നു വന്നത് അവർ ഈ PSC പരീക്ഷയിലൂടെ സർക്കാർ ജോലി നേടിയതുകൊണ്ടാ. അല്ലെങ്കിൽ ഏതെങ്കിലും കയർ തൊഴിലാളികളായി, കർഷക തൊഴിലാളികളായി, അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മൾ സാധാരണ ജോലികൾ ചെയ്ത് ജീവിച്ചിരുന്ന കുടുംബങ്ങളാണ് അവർ സർക്കാർ ജോലി ചെയ്തതോടുകൂടി അവർ മികച്ച നിലവാരത്തിലേക്ക് മാറുന്നത്. സാധാരണക്കാരന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശ്രയമാണ്. 8 പൊതുമേഖലാ സ്ഥാപനങ്ങളില് പെൻഷൻ പ്രായം വർദ്ധിപ്പിച്ച ആളുകളാണ് ഇവിടെ വന്നിട്ട് ഇപ്പൊ സംസാരിക്കുന്നത്. കഴിഞ്ഞ ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞത് 6,200 കോടി രൂപ ഖജനാവിലുണ്ട് എന്നുള്ളതാണ്. കൊടുക്കാനുള്ളത് അതിന്റെ 5 ഇരട്ടിയും 6 ഇരട്ടിയൊക്കെയാണ് വന്നിരിക്കുന്ന 5,400 കോടിയിലധികം നമ്മുടെ ഖജനാവിലുണ്ട്. പൂച്ച വെറ്റി കിടക്കുന്ന ഖജനാവെന്ന് ഒന്ന് പറഞ്ഞോട്ടെ. അത് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പറഞ്ഞു. അത്രയും കഴിവുള്ള ഒരു പൂച്ചയാണെങ്കിൽ നമുക്ക് പ്രത്യേകം അതിനെ വളർത്തണമെന്ന് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ